ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാട്ടോ. വൈശാഖ മാസത്തിലെ ഏറ്റവും തൊഴാൻ പറ്റിയ ഉത്തമമായ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അതുപോലെ തന്നെ ഗുരുവായൂരും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ളതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പോൾ എനിക്ക് ഇത് പോകാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതും എനിക്കൊരു പ്രാധാന്യമുള്ള ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് പോകാൻ പറ്റിയത് വളരെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഭഗവാന്റെ നല്ല പോലെ കണ്ട് 4 പ്രാവശ്യം അന്ന് തിരക്കായി വരുന്നതേ ഉള്ളായിരുന്നു. രാവിലെ തന്നെ ഞാൻ പോയി. അപ്പോൾ ഇത് കുറച്ച് ശീവേലി നടന്ന സമയത്ത് കുറച്ച് നേരം വെളിയിൽ നിന്നിരുന്നു ഞങ്ങൾ. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. പോയപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. കാരണം നമുക്ക് ഒരു മുടക്കം കൂടാതെ എല്ലാം വഴിപാടൊക്കെ നടത്താനും അതുപോലെ തന്നെ തൃപ്പാദം വരെയുള്ള മാല വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കാനും ഒക്കെ പറ്റി. തൃക്കൈവെണ്ണ ഒക്കെ കൊടുക്കാൻ സാധിച്ച് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ എൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു. ആ പിറന്നാൾ ദിവസത്തിൽ തന്നെ എനിക്ക് പോകാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള വാൽക്കണ്ണാടി, ആറന്മുള വള്ളസദ്യ. വാൽക്കണ്ണാടിയെക്കാട്ടിലും പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നുന്നു ആറന്മുള വള്ളസദ്യ ആയിരിക്കും അല്ലേ. ഇത് ആറന്മുള വള്ളസദ്യ ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു നമ്പർ, ആ ഫോട്ടോ ഞാൻ അവിടെ കണ്ടിരുന്നത്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്തേക്കാവേ. ആറന്മുള വള്ളസദ്യ, അതേപോലെ തന്നെ വഞ്ചിപ്പാട്ട്, ഇതൊക്കെ എത്ര മനോഹരമല്ലേ. ആറന്മുള വള്ളസദ്യ എനിക്ക് ഒരു പ്രാവശ്യം കഴിക്കാൻ ഭഗവാന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെ ആറന്മുള വള്ളംകളി ഞാൻ കണ്ടിട്ടില്ല, നമ്മളല്ലാതെ ടി വിയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ. ആറന്മുള വള്ളസദ്യ പങ്കെടുക്കാൻ പറ്റി, അങ്ങനെ വഞ്ചിപ്പാട്ടും കേൾക്കാൻ പറ്റി. ഇത് പമ്പാനദി, പുണ്യമായ പമ്പാനദി. ആ പമ്പാനദിയുടെ തീരത്ത് ഭഗവാന്റെ ആ ഒരു എന്താ പറയുന്നത്, ഭൂതഗണങ്ങളാൽ നിർമ്മിച്ച ആ മതിൽക്കെട്ടിനകത്ത് ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. ആ മതിൽക്കെട്ട് ഭൂതഗണങ്ങൾ നേരം വെളുക്കാറായപ്പോഴത്തേക്ക് അവർ കുറച്ച് ഭാഗം പണി പൂർത്തിയാക്കാനായിട്ട് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കീഴ്ക്കാവിലമ്പലം അങ്ങനെ ശരിക്കും നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സ് ഭഗവാനിലേക്ക്, എനിക്ക് ഇത്രയും കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം പോയപ്പോൾ ശരിക്കും ചന്ദനം ചാർത്തി തലയിൽ എന്താ പറയുന്നത്, കിരീടമൊക്കെ വെച്ച്, ഇങ്ങനെ തലപ്പാവൊക്കെ വെച്ച്, ഭഗവാനെ കണ്ടിട്ടും മതിയാകാത്ത പോലെ എൻ്റെ ഈശ്വരാ നല്ലൊരു ദർശനം കിട്ടി. എനിക്ക് 4 പ്രാവശ്യം അകത്ത് അങ്ങനെ കയറി തൊഴാൻ, ചുറ്റും തൊഴാനും പറ്റി, വലം വെച്ച് തൊഴാൻ പറ്റി. കാരണം തിരക്ക് രാവിലെ പോയതുകൊണ്ട് എനിക്ക് തിരക്ക് കുറവായി ആകുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ തൊഴുതിറങ്ങി. പണി നടക്കുന്നുണ്ട്, ഇത് പുറകുവശത്തെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ.